അപ്പൊ ഇന്ന് എനിക്ക് എന്റെ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഈ വീക്കാണെങ്കിൽ എനിക്ക് 4 നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. കാര്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ഒത്തിരി നാളൊക്കെ ആയെങ്കിലും എത്രയാണെങ്കിലും ഈ ആദ്യത്തെ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ആക്ച്വലി ആ ഷിഫ്റ്റ് അല്ല, നമ്മൾ ആ ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും സ്ട്രെസ്ഫുൾ. മൈൻഡ് കംപ്ലീറ്റ് ലോ ആയിരിക്കും. പേടി, മടി, സ്ട്രെസ് എല്ലാം കൂടി കലർന്നിട്ട് എന്തൊക്കെയോ വികാരങ്ങൾ. ഇനി എവിടുന്നാന്നറിയില്ലാത്തൊരു ക്ഷീണവും ഒരു അസ്വസ്ഥതയൊക്കെ തോന്നും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇന്ന് നല്ല തലവേദന ഉണ്ടായിരുന്നു. പകല് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നുകൊണ്ടായിരിക്കും എനിക്ക് അധികം ഉറക്കം കിട്ടിയില്ല. പിന്നെ ഇതാണെങ്കിൽ എനിക്ക് കുറച്ചുനാൾ ഗ്യാപ്പ് വന്നിട്ട് ശേഷമുള്ള ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതിപ്പോ വെറും ഒരു 3 ദിവസത്തെ ഓഫ് കിട്ടിയിട്ട് നമ്മൾ പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണെങ്കിലും ഇതേ ഫീലിങ്സ് തന്നെ എനിക്ക് ഉണ്ടാവാറ്. ഇത് എനിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചില ദിവസം ഞാൻ ഇതുപോലെ പേടിച്ചരണ്ട് പോയിട്ട് അന്ന് നല്ല അടിപൊളി ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ കാവടി തുള്ളി പോയിട്ട് കരഞ്ഞുകൊണ്ട് വന്ന ഷിഫ്റ്റുകളും ഉണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും കൂടെ അന്ന് ഷിഫ്റ്റിനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ബിസി ആണെങ്കിലും ഇപ്പൊ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ്. എനിക്കാണെങ്കിൽ ഇന്നങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് കുറച്ച് എക്സ്ട്രാ മടി ഉണ്ടായിരുന്നു. ചില സമയത്ത് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് ഈ ജോലി അങ്ങ് കളയണം എന്ന് തോന്നുമെങ്കിലും എന്നിട്ട് എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ഇല്ല. അങ്ങനെ ആടിത്തൂങ്ങിയാണെങ്കിലും ഞാൻ റെഡിയായി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനിയും ഞാനിവിടെ എന്റെ സങ്കടവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്റെ സമയം പോകും. അപ്പൊ ഇനി ബാക്കി ഞാൻ പോയി വന്നിട്ട് പറയാം. ബൈ.